തൃശൂർ അതിരപ്പള്ളിയിൽ വനം മന്ത്രിയുടെ വാഹനം കാട്ടാനയ്ക്ക് മുന്നിൽപ്പെട്ടു. കാട്ടാന ആക്രമണത്തിൽ മരിച്ച മോഹനന്റെ വീട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വനം മന്ത്രി. ഇന്നലെ രാത്രി വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിലേക്ക് പോകുമ്പോഴാണ് കാട്ടാനയ്ക്ക് മുന്നിൽ മന്ത്രിയുടെ വാഹനം പെട്ടത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? കാര്യമായ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചില്ല. പക്ഷേ വനമന്ത്രിയും ആ സംഘവും ഈ കാട്ടാനയുടെ മുൻപിൽ പെടുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരത്തെ രാത്രിയോടുകൂടിയായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ഈ ആന ചവിട്ടിക്കൊന്ന മോഹനന്റെ വീട്ടിലേക്ക്, കാട്ടാനാക്രമണത്തിൽ മരണപ്പെട്ട മോഹന്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയതായിരുന്നു. ഇന്നലെ അവിടെ വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിൽ തങ്ങിയതിനു ശേഷം ഇന്ന് രാവിലെ അങ്ങോട്ട് വരാനായിരുന്നു തീരുമാനം. ചാർപ്പ ഭാഗത്ത് വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ആനയെ റോഡിൽ നിന്ന് തുരത്തുകയാണ് ഉണ്ടായത്. ഒരാനയാണോ പിന്നീട് കാട്ടാന കൂട്ടമാണോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. എന്തായാലും ശിവു ബേബി ജോണിന് കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം ഇന്ന് രാവിലെ മോഹനന്റെ വീട് സന്ദർശിച്ച് 5 ലക്ഷം രൂപ പ്രാഥമികമായ ഒരു ധനസഹായവും കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിൽ റെസ്റ്റ് ഹൌസിൽ വെച്ച് ഇന്നലെ യോഗം നടത്തുകയാണ്. ശേഷം തുടർ നടപടികൾ, ഈ കാട്ടാന ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തുടർ നടപടികൾ അദ്ദേഹം പ്രഖ്യാപിക്കും. ഇന്നലെയാണ് വാഴച്ചാൽ ഗസ്റ്റ് ഹൌസിലേക്ക് പോകും വഴി കാട്ടാനയുടെ മുന്നിൽ വനം മന്ത്രിയുടെ വാഹനം പെട്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.